കോൺട്രാക്ട് മാരേജ് ഭാഗം 46 റൈറ്റൻ ബൈ റോസ്. കഥ കേൾക്കുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. തൻ്റെ വയറിൽ അമർന്ന കൈകൾ പതിയെ അടർത്തി മാറ്റി അവൾ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. ബെഡിൽ കമിഴ്ന്നു കിടക്കുന്നവനെ അവൾ പതിയെ തല ചുരിച്ചു നോക്കി. നല്ല ഉറക്കമാണ് ചെക്കൻ. ഭദ്ര അവൻ്റെ പുറത്തേക്ക് മെല്ലെ തല വെച്ചു. ശിവൻ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കമാണ്. ഇന്നലെ രണ്ടുപേരും ഉറങ്ങിയപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ ശിവൻ സംസാരിച്ചിട്ടാണ് അവളെ ഉറങ്ങാൻ അനുവദിച്ചത്. അവൻ്റെ പുറത്ത് കുറച്ചു നേരം കിടന്നിട്ട് അവൾ എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കിയിട്ട് ഇട്ടുമാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് വരുമ്പോഴും ശിവൻ നല്ല ഉറക്കമാണ്. ഭദ്രയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി. ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാൻ വല്ലാത്ത ദാഹം തോന്നി അവൾക്ക്. ഇവിടെ വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനസ്സിൽ കടിഞ്ഞാണിടും ഭദ്ര. രാവിലെ തന്നെ അടുക്കളയിൽ കണ്ടിട്ട് ആരുടെയും മുഖം വലിക്കണ്ടെന്ന് കരുതി ഒന്നിനും പോകില്ലവൾ. പുറമേ ധൈര്യം കാണിച്ചാലും ഒരിടത്ത് ചെന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. ഭദ്ര ശിവനെ ഒന്ന് നോക്കിയിട്ട് റൂമിൽ നിന്നിറങ്ങി. അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ട് ചന്ദ്രിക നിന്ന് കാപ്പി കുടിക്കുന്നത്. ഭദ്ര അവരെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കടന്നു. ഗ്യാസിന് മേലെ ഇരിക്കുന്ന പാത്രത്തിൽ കാപ്പി ഇരിപ്പുണ്ട് കേട്ടോ. അവൾ കേൾക്കാനായി ചന്ദ്രിക പറഞ്ഞതും ഭദ്ര ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കാപ്പി ഇട്ട് വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ചെടുത്തൊഴിച്ചു. ശിവൻ ഉള്ളതുകൂടി ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തിരുന്നു. കല്യാണിയോ മറ്റ് ജോലിക്കാരെയോ ഒന്നും അടുക്കളയിൽ കണ്ടില്ല. ചന്ദ്രിക നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. അവർക്കെന്തോ തന്നോട് മിണ്ടാനുള്ളത് പോലെ. ഇതിപ്പോൾ കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. മനസ്സുകൊണ്ട് കാണുമ്പോൾ എല്ലാം അന്ന് ലൈബ്രറിയിൽ വെച്ച് നടന്നത് ഓർമ്മ വരും. അതോടെ മിണ്ടാൻ പോലും തോന്നില്ല. മോൾക്ക് കഴിക്കാൻ എന്താ? പറഞ്ഞു തീരും മുന്നേ ഭദ്ര അവരെ തുറച്ചു നോക്കി. പെട്ടെന്ന് എവിടുന്ന് വന്നു ഈ കരുതലൊക്കെ? അവളുടെ മുഖത്തൊരു പരിഹാസം നിറഞ്ഞു. വെറുതെ തുറന്നു കിടന്ന റൂമിലേക്ക് ഒന്ന് എത്തി നോക്കിയതിന് അവർ പറഞ്ഞതും സംശയിച്ചതും ഒന്നും മറന്നിട്ടില്ല. മോളെ ഞാൻ ഇവിടുന്ന് ഒന്നും എടുത്തുകൊണ്ട് പോകുമെന്ന് ഒന്നും പേടിക്കണ്ട. എനിക്കൊന്നും വേണ്ട. ശിവേട്ടൻ്റെ കൂടെ ഇവിടെ വരുന്നു പോകുന്നു, അതിൽ കൂടുതൽ ഞാൻ ഒന്നിനുമില്ല. ശിവനുള്ള ചായക്കപ്പം എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. ചന്ദ്രിക അവൾ പോകുന്നത് നോക്കി നിർവികാരമായി നിന്നു. പറഞ്ഞു പോയ വാക്കുകൾ ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ഏട്ടത്തി അവളെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ അറിയുന്നതിന് മുന്നേ ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതിന് കുറ്റബോധവും തോന്നിയിരുന്നു. ചേച്ചി പറഞ്ഞു കൂടിയായപ്പോൾ അവളോടെന്തോ മിണ്ടണമെന്നൊക്കെ തോന്നി. അകറ്റി നിർത്തുന്നത് ഇനി ശരിയല്ലെന്നും. പക്ഷെ പറഞ്ഞു പോയ വാക്കിൻ്റെ പേരിൽ അവൾ ക്ഷമിക്കാനോ അത്ര വേഗം അടുക്കാനോ ഇനി വഴിയില്ല. അങ്ങനെയൊന്നും അവൾക്കും എനിക്കുമിടയിൽ സംഭവിച്ചില്ലായിരുന്നേ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദ്രിക സ്വയം പറഞ്ഞ് കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചു. പറയണമെന്ന് കരുതി പറഞ്ഞതല്ല. പക്ഷേ എന്തോ പുള്ളിക്കാരിയെ കാണുമ്പോൾ മനസ്സിൽ കരിച്ച് വെച്ചതൊക്കെ പറഞ്ഞു പോയതാണ്. ഒരല്പം സ്നേഹമുണ്ടായിരുന്നേൽ അവരെന്ന് എന്നോടങ്ങനെ പറയുമായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തോ അടുപ്പം കാണിച്ചു വരുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ആർക്കറിയാം. ഇവിടെയുള്ള ആരെയും ഒരുപാട് വിശ്വസിക്കാൻ പറ്റില്ല. ഇവർക്കാർക്കും ഇഷ്ടമില്ലാതെയാ ഞാൻ ശിവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൂക്ഷിക്കണം ഇവിടെ നിൽക്കുമ്പോൾ. ചായക്കപ്പുമായി മുറിയിലേക്ക് കയറിയത് അതുവരെ ഉണ്ടായിരുന്ന ഗൗരവഭാവമൊക്കെ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോടെ അവനടുത്തേക്ക് ചെന്നു. ബെഡിലേക്കിരുന്ന് കയ്യിലിരിക്കുന്ന ആവി പറക്കുന്ന ചൂട് കാപ്പി ബെഡിനോട് ചേർന്നുള്ള മേശയിലേക്ക് വെച്ചു. സമയം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. അവൻ നല്ല ഉറക്കമാണ്. പോയപ്പോൾ കമിഴ്ന്നു കിടന്ന ആളാണ് ഇപ്പം നേരെ കിടക്കുന്നത്. ചെറുതായി വാ തുറന്നാണ് ഉറങ്ങുന്നത്. താനും ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ശിവേട്ടാ, ഏട്ടാ എഴുന്നേറ്റെ. 2-3 തവണ തട്ടി വിളിച്ചതും അവൻ കണ്ണു തുറന്നു. ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ കാണുമോ എന്തോ. ശിവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഹോ, അപ്പോൾ എല്ലാം ഓർമ്മയുണ്ടല്ലേ. നിനക്കെന്താടി പെണ്ണെ അങ്ങനെ മറന്നു പോകാൻ? ഞാൻ ബോധം കെടും വരെ കുടിച്ചിട്ട് വന്നതല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പെണ്ണെ. അവനൊരു ചിരിയോടെ പറഞ്ഞതും ഭദ്രയിലേക്കും അത് പകർന്നു. കാപ്പ് കുടിക്ക്, തണുത്തു പോകും. താഴെ നടന്നതൊന്നും അവൾ പറയാൻ പോയില്ല അവനോട്. നീ കുടിച്ചോ? കാപ്പി കുടിക്കുന്നതിനിടയിൽ അവൻ അവളോട് തിരക്കി. ഞാൻ കുടിച്ചിട്ടുള്ളത് ഏട്ടനുള്ളത് എടുത്തുകൊണ്ട് വന്നതാ. നീയാണോ ഇട്ടത്? കല്യാണിയുടെ കാപ്പി പോലെയുണ്ട്. കല്യാണി തന്നെ ഇട്ടതെന്ന് തോന്നുന്നു. നിന്റെ കൈകൊണ്ടൊരു കാപ്പിയിട്ട് കിട്ടുമോ കൊച്ചേ? അതൊക്കെ കിട്ടും മോനെ. അവൻ്റെ കവളിൽ കൈ കൊണ്ട് കുത്തിയാണ് അവൾ മറുപടി പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതൊക്കെ കാര്യമായിട്ടാണെങ്കിൽ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഒരു വട്ടയപ്പത്തിൻ്റെ കാര്യം കിടക്കുമല്ലേ.
ആലീസ് ഒരു ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പോയ വട്ടയപ്പം താനും അവനും കൂടിയിരുന്ന് 4 മണിക്ക് കഴിക്കുന്നതിനിടയിൽ ഇതുപോലെ അവൻ തന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് അതത്ര കാര്യമാക്കിയില്ലെങ്കിലും എപ്പോഴെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന് പോകും മുന്നേ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കരുതിയിരുന്നു. എന്തായാലും ഇന്നലെ കൊണ്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല. എന്തു ചെയ്യാനും സന്തോഷം മാത്രം. അവൾ മനസ്സിലാണ് പറഞ്ഞത്. എന്താണ് വലിയ ആലോചന? ഒരു കാപ്പിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണോ? ഏയ് അല്ല, നമുക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോയാലോ? വൈകുന്നേരം മതി. ഇവിടെ അടുത്തൊക്കെ പോയാൽ ഇവിടെ എല്ലാവരും അറിയുന്ന ആളുകൾ ആവില്ലേ വരുന്നത്? നമുക്ക് കുറച്ച് മാറി എവിടെയെങ്കിലും. ശിവൻ ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നു. ഇവിടെ പോകുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും അറിയണ്ടേ? എന്നാലും ഇപ്പം വേണ്ട. തൽക്കാലം ഒരു പ്രശ്നം വേണ്ട. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പോകാം. നീ ഒരുങ്ങി നിന്നോ, പോയേക്കാം. ആദ്യമായി എൻ്റെ കെട്ടിയോൾ എന്നോടൊരു കാര്യം പറഞ്ഞതല്ലേ. ഇവിടെ കുറച്ച് അകലെ ഒരമ്പലമുണ്ട്. ഞാനങ്ങനെ പോയിട്ടില്ല. അല്ലാതെയും അമ്പലത്തിൽ പോയെന്നും എനിക്ക് വലിയ ശീലമില്ല. സാരമില്ല, എങ്ങനെയൊക്കെ ശീലിച്ചോളും. അവൻ്റെ ചുണ്ടിൽ അവൾക്ക് മാത്രം കാണാൻ പറ്റുന്ന പോലെ ഒരു പുഞ്ചിരി മുട്ടിട്ടു. മാർക്കി, അത്യാവശ്യമായി എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അവൾ ചോദിക്കാതെ തന്നെ അവൻ മറുപടി പറഞ്ഞു. ഇനിയൊന്നും തങ്ങൾക്കിടയിൽ രഹസ്യമായി വേണ്ടെന്നുള്ള തീരുമാനം കൂടിയായിരുന്നു അത്. വൈകുന്നേരം ശിവനൊപ്പം അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഭദ്ര. അവന് തന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞതിൽ പിന്നെ ആദ്യമായാണ് അവനൊപ്പം പുറത്തേക്കിറങ്ങുന്നത്. അതിൻ്റെ തെളിച്ചം അവളുടെ മുഖത്തുണ്ട്. നല്ല വൃത്തിക്ക് ഒരു സാരി എടുത്തു കൊടുത്തവൾ മിതമായ മേക്കപ്പും ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവൾക്കൊരു നാണം തോന്നി. അവന് മുന്നിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ചമ്മലും ചിരിയും എല്ലാം കൂടി കലർന്നൊരു അവസ്ഥയായിരുന്നു അവൾക്ക്. ശിവേട്ടൻ മുണ്ടുടുത്ത് വന്നാൽ മതിയായിരുന്നു. ഇതുവരെ മുണ്ടൊന്നുമെടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല. ഭദ്ര അതൊക്കെ ആലോചിച്ച് നിന്ന നേരം കൊണ്ട് ശിവൻ മുറിക്കകത്തേക്ക് കയറി വന്നിരുന്നു. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിളർന്നു. വാവ്, കൊള്ളാലോ പെണ്ണേ. അവളെ ചേർത്ത് പിടിച്ചവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ കല്യാണം കഴിക്കാൻ തോന്നുന്നു. ശരിക്കും? ദേ പെണ്ണെ, ഞാൻ തമാശ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്തേ ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസക്കുറവൊന്നുമില്ല കെട്ടിയോനെ? ഇപ്പോൾ എനിക്കറിയാം. അവൻ്റെ നെഞ്ചിൽ കൈവച്ചവൾ പറഞ്ഞതും അവൻ്റെ മനസ്സൊന്നു നിറഞ്ഞു. അവൻ അവളെ ഇറുകിപ്പുണർന്നു. നമുക്ക് കെട്ടാടി പെണ്ണെ. ഈ വേഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ കഴുത്തിൽ ഒരു ചെറിയ തായും നെറുകയിൽ ഒരു നുള്ളു കുങ്കുമം കൂടിയെങ്കിൽ എത്ര നന്നായിരുന്നു നിന്നെ കാണാൻ. അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ വിറന്നു. അവൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ പറഞ്ഞു നിന്നാൽ സമയം പോകും. പോയി കുളിച്ചിട്ട് വാ. അവൻ അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് കുളിക്കാനായി പോയി. എന്നത്തേക്കാൾ കൂടുതൽ സുന്ദരിയായി തോന്നിയവൾക്ക് മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാകും മുഖത്തിനും ഇത്ര ഭംഗി. അമ്പലത്തിൽ പോകാനായി കാറിനടുത്തേക്ക് വരുന്ന രണ്ടുപേരെയും കണ്ടാണ് കല്യാണി ചെടിക്ക് വെള്ളമൊഴിക്കാൻ നിർത്തി അങ്ങോട്ട് നോക്കിയത്. കൊള്ളാലോ, സാറിനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. കല്യാണിക്ക് ശിവൻ്റെ രൂപം കണ്ട് അതിശയം തോന്നിപ്പോയി. ശിവൻ വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. മുണ്ടൊക്കെ ഉടുത്ത് നല്ലൊരു ഷർട്ടൊക്കെ ഇട്ട് അവനെ കണ്ടാൽ തന്നെ ഒരു നാടൻ പയ്യൻ്റെ ലുക്ക് തോന്നുമിപ്പോൾ. എന്തിനോ പുറത്തേക്കിറങ്ങി വന്ന ചന്ദ്രികയുടെ കണ്ണുകളും ഒരു നിമിഷം രണ്ടാളിലേക്ക് നീണ്ടു. ശിവനും ഭദ്രയും പേര് പോലെ തന്നെ വല്ലാത്തൊരു ഭംഗി തോന്നി രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ. ശിവന് ഭദ്രയേക്കാൾ മികച്ചതായി മറ്റാരുമില്ലെന്ന് തോന്നിപ്പോകുന്നു. ഇതേപ്പറ്റി മനസ്സിൽ വയ്ക്കുകയല്ലാതെ ആരോടെങ്കിലും പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ ഇനി മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനും കഴിയില്ല. കരുതിയതുപോലെയല്ല. രണ്ടാളും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. അവൻ അവളെ ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയത് തന്നെയാണ്. അതിപ്പോഴും ഇവിടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് മാത്രം. അവരിവിടെ പോയതാ കൊച്ചമ്മ സാറിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശിവൻ്റെ കാറ് പോകുന്നത് നോക്കി നിന്ന ചന്ദ്രികയെ കണ്ട് കല്യാണി ചോദിച്ചു. അറിയില്ല കല്യാണി, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അവരെവിടെയോ പോകാൻ ഇറങ്ങിയതാണെന്ന്. ഇറങ്ങിക്കഴിഞ്ഞ് പുറകിൽ നിന്ന് വിളിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിന്നതാണ്. എങ്കിൽ അമ്പലത്തിൽ പോയതായിരിക്കും. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞില്ലേ? സാറിൻ്റെ വേഷമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ചന്ദ്രികയ്ക്ക് കല്യാണി പറയുന്നത് കേട്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിഞ്ഞില്ല. ശിവൻ വളരെ അപൂർവമായി മാത്രമേ തനിക്കൊപ്പം പോലും അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. കല്യാണി പറയുന്നത് പോലെ രണ്ടാളുടെയും വേഷവിധാനങ്ങൾ കണ്ടിട്ട് ഇത് അമ്പലത്തിലേക്ക് തന്നെയുള്ള പോക്കാണെന്ന് കണ്ടാലറിയാം. അങ്ങനെയുള്ള അവൻ
എന്തായാലും ചന്ദ്രികയ്ക്ക് ഇതൊക്കെ ഒരു നല്ല മാറ്റമായി തോന്നി. ശിവനെ മാറ്റിയെടുക്കാനും സ്നേഹിച്ചു നിർത്താനുമുള്ള കഴിവ് അവൾക്കുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ വഴി നോക്കിയാലും അവരെ തമ്മിൽ അകറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.